ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും രഞ്ജിത്തുമായുള്ള ആ വിവാഹ നിശ്ചയത്തിൻ്റെ ആ ദിവസം വന്നെത്തുമ്പോഴാണ് കേട്ടോ ഇനി പത്മയുടെ വീട്ടിൽ ആ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വേദയുടെ വിവാഹ നിശ്ചയം എത്തുകയാണ്. അവിടെ പൂജാരി വന്നിട്ടുണ്ടാവും. പൂജാകർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുകയാണ്. ഇതേ സമയം രഞ്ജിത്താണെങ്കിലോ ആ വലിയ ക്രൂരത വേദയുടെ കൂട്ടുകാരിയോട് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ചും റിവ്യൂ പറയാം കേട്ടോ. അങ്ങനെ അവനാണെങ്കിലോ മഹാപോക്കാണെന്നുള്ള സത്യം ഓരോ ദിവസവും കഴിയുമ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇനി വെളിപ്പെടുന്ന ആ ഒരു സീനാണ് കേട്ടോ. അത് നന്ദിനി തന്നെയാണ് തെളിയിക്കുന്നത്. അതേസമയം പത്മ ശരിക്കും എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ്. അങ്ങനെ വിവാഹ നിശ്ചയത്തിനായി വേദ നല്ല അണിഞ്ഞൊരുങ്ങി കതിർ മണ്ഡപത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം ഉറപ്പിക്കാനുള്ള ആ ഒരു തീരുമാനം എല്ലാവരും കൂടി ആയിരിക്കുകയാണല്ലോ. അങ്ങനെ വേദ കതിർ മണ്ഡപത്തിലോട്ട് വരികയാണ്. എല്ലാവരും എന്തൊരു ഭംഗിയുള്ള പെൺകുട്ടി. ഇതേ സമയം ഉദയനും അതുപോലെ തന്നെ വന്ദനയും പറയാണ്, എൻ്റെ മകന് നല്ല ചേർച്ചയാണ് വേദയെ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ലെങ്കിലും വേദയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ തന്നെയാണ് പത്മ ഞാൻ ആഗ്രഹിച്ചത്. അവൾക്ക് ഒരു സ്വന്തമായ അഭിപ്രായമില്ല. പത്മ എന്ത് പറയുന്നു അതാണ് അവളുടെ ജീവിതത്തിൽ വലിയ ഇഷ്ടം എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം രഞ്ജിത്താണെങ്കിലോ പുറത്ത് ആ വലിയ ചതി ചെയ്തിട്ട്, ആ വലിയ ചതിയല്ല, ആ വലിയ ഒരു തെറ്റ് ചെയ്തിട്ട് രഞ്ജിത്ത് അത്രയും വലിയ ഫ്രോഡാണെന്നുള്ള സത്യം ഇനി വെളിയിൽ വരും. അങ്ങനെ അവനത് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പൂജാരി വന്നിരിക്കുകയാണ്. എല്ലാവരും സൂര്യ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഒന്നടക്കം അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയെ കതിർ മണ്ഡപത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, ഇനി പയ്യൻ വരട്ടെ, പയ്യൻ എന്തായാലും വരട്ടെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പയ്യനെ വിളിക്കാൻ പോകേണ്ടത് ഈ നിൽക്കുന്ന സൂര്യയാണ്. സൂര്യ പോയിട്ട് വിളിക്കട്ടെ. അതായത് പെങ്ങളുടെ ഭർത്താവിനെ സൂര്യയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള സത്യം പൂജാരി പറയുകയാണ്. അതേസമയം സൂര്യ ചോദിക്കുക, ഞാനോ? സൂര്യക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കല്യാണമാണ്, അപ്പോൾ ഞാനോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. ആ സമയം സൂര്യ അത് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പൂജാരി, എന്ത് സംശയം, നിൻ്റെ പെങ്ങളുടെ വിവാഹമല്ലേ, നീ കൊണ്ടുപോവാ. അപ്പോഴേക്ക് യതീന്ദ്രൻ പറയണേ, സൂര്യ മറ്റുള്ളവർക്ക് മുന്നിൽ പറയിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതെ നീ തന്നെ പോയി രഞ്ജിത്തിനെ വിളിക്കുമെന്ന് പറയണേ. ഇതേ സമയം രഞ്ജിത്താണെങ്കിലോ ആ വലിയ ക്രൂരത ചെയ്ത് തൻ്റെ മൊബൈൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ആരുടെ മുന്നിലും ഞാൻ കാണരുത് എന്നുള്ള പേടിയോടുകൂടി മുറ്റത്ത് നിന്നും താൻ ആ മൊബൈൽ ഇങ്ങനെ തപ്പിപ്പിടിക്കുന്ന സമയത്ത് സൂര്യയോട് പോകാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ സൂര്യക്ക് ആദ്യത്തിലൊക്കെ മടിയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാറ് ചെയ്യേണ്ട കടമ സൂര്യ സാറ് തന്നെ ചെയ്യണം. സൂര്യ സാറിന് ഇഷ്ടമില്ലെന്ന് കരുതിയിട്ട്, മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെന്ന് കരുതി സൂര്യ സാറ് ഈ വിവാഹം ഇനിയിപ്പോൾ മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് സൂര്യ സാറിൻ്റെ കടമകൾ അങ്ങ് ചെയ്യുക എന്ന് പറയും കേട്ടോ. അങ്ങനെ സുരശിരിയെന്നും പറഞ്ഞിട്ട് രഞ്ജിത്തിനെ വിളിക്കാൻ വേണ്ടി വരികയാണ്. രഞ്ജിത്ത് മൊത്തം നോക്കുകയാണ്. ആ വീട് മൊത്തം നോക്കുമ്പോൾ രഞ്ജിത്തിനെ കാണാനില്ല. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തോട്ടിറങ്ങി രഞ്ജിത്തിനെ നോക്കുമ്പോൾ പുറത്തിങ്ങനെ രഞ്ജിത്ത് ഭയത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിത്ത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ആകെ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ഇതേസമയം സൂര്യ, എന്തിനാ രഞ്ജിത്തിനെ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്നുമില്ല, എൻ്റെ മൊബൈൽ കാണാനില്ല. മൊബൈൽ കാണാനില്ലല്ലേ? എന്താ ഈ പറയുന്നത്? അതേ കാണാനില്ല. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ തൻ്റെ മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ച് അവിടേക്ക് നോക്കുമ്പോൾ ഇവൻ ചെയ്ത ക്രൂരത കാണുന്നു പേടിച്ച് ഇവൻ പറയണേ, അയ്യോ എൻ്റെ മൊബൈൽ റൂമിൽ വെച്ചതായി ഓർക്കുന്നു, ഇങ്ങനെ ഇയർബഡ്സാണ് കാണാതായത്, അത് എനിക്ക് കിട്ടിയെന്നും പറയാൻ കേട്ടോ. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒരു നേരം എന്തെല്ലാം നുണകളാണ് നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ ഈ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ രഞ്ജിത്ത് ഇത് പറയുമ്പോഴൊക്കെ രഞ്ജിത്തിൻ്റെ മുഖത്തൊരു ഭയമാണ്. അങ്ങനെ രഞ്ജിത്തിനെ റൂമിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി രഞ്ജിത്തിനെ കതിർ മണ്ഡപത്തിലോട്ട് സൂര്യ തന്നെ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ മുഖത്ത് ആ ഭയപ്പാട് നന്നായുണ്ട് കേട്ടോ. അങ്ങനെ പൂജാരി പിന്നീട് ആ കടമ ചെയ്യുകയാണ്. ഇന്ന ആളുടെ മകനാണ് ഈ രഞ്ജിത്ത്, അതുപോലെ തന്നെ ഇന്ന ആളുടെ മകനാണ് ഈ പറയുന്ന വേദ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിവാഹ നിശ്ചയം ഇന്നേ ദിവസത്തെ ഡേറ്റിന് വിവാഹം ഉറപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളത് ഉറക്കെ വിളിച്ച് പറയണം. പൂജാരി അതൊക്കെ വിളിച്ച് പറയണം.
അപ്പോൾ ഇനി എന്തായാലും ചടങ്ങ് നടക്കട്ടെ, അപ്പോൾ ചടങ്ങ് പോലെ തന്നെ ആവണമല്ലോ, അപ്പോൾ ചടങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചടങ്ങ് നടത്താനുള്ള ആ ഒരു പരിപാടി തുടങ്ങുമ്പോഴാണ് കേട്ടോ ഇവരുടെ വീട്ടിലോട്ട് പോലീസ് കയറി വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഗംഗ അവിടെ എത്തുന്നുണ്ട്. ഗംഗ വരുമ്പോൾ ഇവരാരും വിഷയമാക്കുന്നില്ല. ഗംഗ എന്തെന്ന് വെച്ചാൽ എന്ത് ഒരു പരിപാടി നടക്കുമ്പോഴും ഗംഗ അവിടെ കയറി വരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ അതൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ട് പത്മ മിണ്ടാതെ നിൽക്കും. ഗംഗയും ഗംഗയുടെ ഏട്ടൻ രാജീവുമായിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ കാണാൻ ഒരു കൂട്ടം പോലീസ് വരുന്നത്. പോലീസിനെ ഒരാളും ആ പോലീസിൻ്റെ കൂടെ ഉണ്ടാവട്ടെ, അയാളുടെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കൂട്ടം പോലീസിനെ കാണുമ്പോൾ യതീന്ദ്രൻ പറയാണ്, പത്മ ഇതെന്താ നമ്മുടെ വീട്ടിൽ പോലീസ്? അപ്പോഴേക്കും ഉദയം പറയണ, പത്മ ഇതെന്താ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഇവിടെ പോലീസ് വന്നിരിക്കുന്നത്? എനിക്കറിയില്ല ഏട്ടാ, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പത്മ ഉദയനോട് പറയുന്നുണ്ട്. സമയം വന്ദനേശ്വര ഈ നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ ഇങ്ങനെ. അപ്പോഴേക്കും പേടിയാവുകയാണ് കേട്ടോ രഞ്ജിത്തിന്. അയ്യോ ഞാൻ ചെയ്ത ആ ക്രൂരത അതിപ്പോൾ എല്ലാവർക്കും മുന്നിൽ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൻ്റെ ഡോറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. അപ്പോൾ അവനിങ്ങനെ പേടി വരികയാണ്. അവൻ്റെ കണ്ണൊക്കെ തുറിച്ച് അവൻ ഭയത്തോട് കൂടി നിൽക്കുകയാണ്. ഇതേ സമയം സൂര്യ പറയണേ, ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ എന്തിനാ സാർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? കാര്യമില്ലാതെ ഇപ്പം ഞങ്ങൾ വെറുതെ വരത്തില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, സാർ ഒരു വിഷയം ഉണ്ടാക്കരുത്, സാറിൻ്റെ പ്രശ്നം എന്താണെന്ന് പറ. അപ്പോൾ ഉടൻ തന്നെ പറയടാ എന്ന് ആ വിലങ്ങ് വെച്ചവനോട് പോലീസ് പറയാണ്. ഉടൻ തന്നെ പറയാണ്, ഇന്ന അമ്പലത്തിലെ വിഗ്രഹം കാണാതായിരിക്കുന്നു, ആ വിഗ്രഹം പിന്നെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഉടൻ തന്നെ സൂര്യ പറയണേ, ഇവിടെ എന്ത് വിഗ്രഹം? അപ്പോൾ പത്മയുടെ മുഖത്തൊരു ഭയപ്പാടുണ്ട് കേട്ടോ. ഉടൻ തന്നെ നന്ദിനിക്ക് ആകെ പേടിയാവും. നന്ദിനിക്ക് ആ സ്പോട്ടിന് തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ ഈ സമയം പറയാണ്, ഇവിടെ അത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണേ. അങ്ങനെ യതീന്ദ്രൻ പറയണേ, ഇവിടെ ഇങ്ങനെ വിഗ്രഹം ഉണ്ടാവുന്നത്? അത് ഇന്ന അമ്പലത്തിൽ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ നോക്കുക, മര്യാദക്ക് പറയട എന്ന് വിലങ്ങ് വെച്ചവനോട് പോലീസ് പറയുമ്പോൾ ആ കള്ളൻ പറയുകയാണ്, ഇതാ ഈ നിൽക്കുന്ന ഈ രാജീവ് എന്ന് പറയുന്ന ആളാണ്, അതായത് ഗംഗയുടെ ആങ്ങള, അയാളാണ് എന്നിൽ നിന്ന് പണം വാങ്ങിയത്. ഇന്ന അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ച് കൊണ്ടുവന്നാൽ എനിക്ക് ഇത്ര പണം തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളാണ് എനിക്ക് പണം തന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രാജീവ്, അയ്യോ എന്താ എന്നെ പറയുന്നത്, എന്നെ എന്തിനാ ഇതിൽ ഉൾപ്പെടുത്തണം? അയ്യോ സാറേ ഞാനൊന്നിലും ആളല്ല എന്ന് പറയണം. അപ്പോഴും ഗംഗ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ രാജീവിനെ പിടിച്ച് അടിക്കുകയാണ് പോലീസ്. മര്യാദക്ക് പറയടാ, എവിടെയാണ് പണം കൊടുത്തിട്ട് നീ വിഗ്രഹം നീ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ സമയം ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നു, സാറേ ഈ നിൽക്കുന്ന രാജീവാണിത് ചെയ്തതെങ്കിൽ അവനോട് ചെന്ന് ചോദിക്ക്. അവനെ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ഇതൊരു മംഗളകർമ്മം നടക്കുന്ന വീടാണ്, എൻ്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്. ഇവിടെ ഇയാളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താ? നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഉടൻ തന്നെ ഈ കള്ളൻ വിലങ്ങ് വെച്ച ഈ കള്ളൻ പറയുകയാണ്, പണം ഇവരാണ് തന്നതെങ്കിലും എന്നിൽ നിന്നും ആ വിഗ്രഹം മേടിച്ചത് ഈ നിൽക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ പത്മാകെ കിടുകിടാ വിറക്കുകയാണ് കേട്ടോ. ഈശ്വര പറയാനില്ല, ചൂണ്ടിക്കാണിക്കുന്നത് യതീന്ദ്രനെയാണ്. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്താടാ നീ പറഞ്ഞത്, എൻ്റെ യതിയെക്കുറിച്ചോ? അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, ഞാൻ എന്നിൽ നിന്നും വിഗ്രഹം വാങ്ങിയെന്നോ? ആ കള്ളൻ പറയുകയാണ്. അപ്പോൾ തന്നെ അതെ സാറാണ് എന്നിൽ നിന്നും വിഗ്രഹം വാങ്ങിയതെന്ന് പറയാണ്. ഇതേ സമയം അയ്യോ ഞാനങ്ങനെ ആരിൽ നിന്നും വിഗ്രഹം വാങ്ങിയിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, ഡാ വായിൽ തോന്നിയത് എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കള്ളൻ്റെ നേർക്ക് സൂര്യ അങ്ങ് കഴുത്തിന് പിടിക്കുകയാണ്. പോലീസ് കൊണ്ടുവന്ന ആ ആളുണ്ടല്ലോ, ആ ക്രിമിനലിൻ്റെ കഴുത്തിന് പിടിക്കുമ്പോൾ പോലീസ് പറയണേ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നീ ഇവിടെ പോലീസ് ആവണ്ട, ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് നോക്കട്ടെ, ഈ വീട് മൊത്തത്തിലൊന്ന് നോക്ക്. അയാൾ പറയാണ്, ഇയാളാണ് എന്നിൽ നിന്ന് ആ വിഗ്രഹം വാങ്ങിയത്, ഇവിടെ ഉണ്ടാവുമായിരിക്കും എന്ന് പറയണം. അപ്പോഴും ഗംഗ മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയം പോലീസ് മൊത്തത്തിൽ നോക്കുമ്പോൾ പൂജാമുറിയിൽ നിന്ന് നന്ദിനി കൊണ്ടുവച്ച ആ വിഗ്രഹം ഇവരുടെ കയ്യിൽ കിട്ടുകയാണ്. ഓഹോ, അപ്പോൾ കള്ളൻ ഇയാൾ തന്നെ എന്ന് മനസ്സിലായി. ഇത്രയും പണക്കാരനായിട്ട് താൻ എന്തിനാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയാണ്, ശരിയാണ്, എനിക്ക് പണത്തിൻ്റെ യാതൊരു കുറവുമില്ല, അങ്ങനെയുള്ള ഞാൻ എന്തിനാ വിഗ്രഹം മോഷ്ടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്? അപ്പോൾ ഉടൻ തന്നെ
രാജീവ് പറയാണ്, അതായത് ഗംഗയുടെ ആങ്ങള പറയാണ്, എന്നോട് പൂജ ചെയ്യണം, അതായത് ആ ഒരു പൂജയുടെ സീൻ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞല്ലോ. അതായത് ആ പൂജ ചെയ്യണം, വീട്ടിൽ വെച്ച് ഈ ദേവിയെ വെച്ച് എനിക്ക് പൂജ ചെയ്യണം, അതിനായിട്ട് ആ വിഗ്രഹം എനിക്കൊന്ന് ഒപ്പിച്ച് തരാമോ എന്ന് ഈ യതിയേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അത് കേൾക്കുന്ന ഈ രാജീവിൻ്റെ കഴുത്തിനങ്ങ് പിടിക്കാണ്. വായിൽ തോന്നിയത് വിളിച്ച് പറയണ്ട എൻ്റെ അച്ഛനെ കുറിച്ച്. എൻ്റെ അച്ഛൻ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. അപ്പോഴേക്കും പത്മ പറയുന്നത് ശരിയാണ്, ഈ നിൽക്കുന്ന ഗംഗയും ഇവളുടെ ഏട്ടനും കൂടിയാണ് ഈ വീട്ടിൽ ഈ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചത്. ഞങ്ങളാരും അവളോട് വേണ്ടെന്ന് പറഞ്ഞതാണ്. ഇവരൊക്കെ സാക്ഷിയാണ് സാറേ. ഈ നിൽക്കുന്ന എൻ്റെ ആങ്ങളുടെ മക്കൾ ഇവരൊക്കെ സാക്ഷിയാണ്. ഈ വിഗ്രഹം ഞങ്ങൾ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചതാണെന്ന് പറയുന്നത്. അപ്പോഴേക്കും ഗംഗ പറയാണ്, എന്ത് പച്ചക്കള്ളാണ് നിങ്ങൾ പറയുന്നത്? ഞാനൊരിക്കലും ഈ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് വെക്കാനോ, എനിക്കെന്താ ഭ്രാന്താണോ നിങ്ങളുടെ വീട്ടിൽ വിഗ്രഹം വെക്കാൻ? എനിക്കെന്താ ആവശ്യം? പത്മേച്ചി, ദേഷ്യമുണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും പോലീസിനോട് വിളിച്ചു പറയാതെ. അപ്പോഴേക്കും രാജീവ് പറയുന്നത് ശരിയാണ്, ഇങ്ങനെയൊന്നും വിളിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം ആകെ ഭയപ്പാടിൽ നിൽക്കുകയാണ് ഇവിടെ കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നറിയാതെ നിൽക്കുകയാണ്. പോലീസ് പറയണ, ഇത്രയും വലിയ കുടുംബമായിട്ടും സാറുമാർ ഇങ്ങനെയുള്ള അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യരുതായിരുന്നു. അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇവർ വിളിച്ചു പറയുന്ന വായിൽ തോന്നിയ വാക്കുകൾ കേട്ട് എൻ്റെ അച്ഛനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ, എൻ്റെ വീട്ടിൽ നിന്ന് വിഗ്രഹം കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കാനോ, ഇവിടെ എൻ്റെ അച്ഛനെ കൊണ്ടുപോകാനോ ഇവരുടെ വാക്കുകൾ കേട്ട് അതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും കോർട്ട് ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ. ഇതാ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടെന്ന് പറയുന്നത്. എന്ത് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിലും ഇവിടെ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇപ്പം മനുഷ്യ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അന്നേ ഞാൻ ഈ വിഗ്രഹം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞതാണ്. ഇവളത് കൊടുന്നു വെച്ചപ്പോൾ തന്നെ അത് വല്ല കുപ്പത്തോട്ടിലും കൊണ്ടുപോയിടാനോ റോട്ടിലോട്ട് എറിയാനോ നിങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ നിൽക്കുന്ന നന്ദിനി എന്ന് പറയുന്നവൾ അതൊരു ദൈവകാര്യമല്ലേ, ഇതൊരിക്കലും ഇവിടെ വെക്കരുത്, ഇത് കളയരുത്, ദൈവത്തെ നിന്ദിക്കുന്നത് ശരിയല്ല. എൻ്റെ ഏട്ടനടക്കം അതിന് കൂട്ടുനിന്ന്. ഇപ്പം കണ്ടില്ലേ ശിക്ഷ കിട്ടിയത്? അപ്പോഴേക്കും പോലീസ് യതീന്ദ്രൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ ഇനി തൻ്റെ മകളുടെ വിവാഹ നിശ്ചയ സമയത്ത് യതീന്ദ്രൻ ഇനി ജയിലിൽ പോയി കിടക്കണം കേട്ടോ. യതീന്ദ്രനെ രക്ഷിക്കാനാവാതെ പത്മ പൊട്ടി പൊട്ടി കരയുന്ന ആ ഒരു എപ്പിസോഡ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട്.